അധ്യായം 10. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. അബിമേലെക്കിന് ശേഷം ഇസ്രായേൽ രക്ഷിക്കാൻ നിയുക്തനായത് തോല. തോലയുടെ പിതാവ് പൂവ. പൂവയുടെ പിതാവ് ദോദോ. ദോദയുടെ ഗോത്രം ഇസാക്കർ. തോലയുടെ ഗോത്രം ഇസാക്കർ. തോല എത്ര വർഷം ഇസ്രായേലിനെ നയിച്ചു? 23. തോല എവിടെ ജീവിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ നയിച്ചത്? എഫ്രൈം മലനാട്ടിൽ ഷാമീറിൽ. തോലയ്ക്ക് ശേഷം വന്നത് ആരാണ്? ജായിർ. ജായിർ എത്ര വർഷം ന്യായപാലനം നടത്തി? 22. ജായറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 30. ഹാവോത്ത് ജായിർ എന്നറിയപ്പെട്ട 30 പട്ടണങ്ങൾ ഏത് ദേശത്താണ്? ഗിലെയാദ്. ജായിർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെ? ഖാമോനിൽ. ജായിറിന് ശേഷം ഇസ്രായേൽ ജനം ആരെയാണ് സേവിച്ചത്? ബാൽ ദേവരെയും അസ്താർത്ഥ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. ഇസ്രായേൽക്കാരെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഫിലിസ്ത്യർക്കും അമോന്യർക്കും. ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കിയത് ആരാണ്? ഫിലിസ്ത്യരും അമോന്യരും. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലരെ അവർ എത്ര വർഷം പീഡിപ്പിച്ചു? 18. അമോന്യർ ജോർദാൻ കടന്ന് എത്ര ഗോത്രങ്ങളോടെയാണ് യുദ്ധം ചെയ്യാൻ വന്നത്? യൂദ, ബെഞ്ചമിൻ, എഫ്രായിം. ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ഡാഷിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. ബാലിനെ സേവിച്ചതുകൊണ്ട്. ആരിൽ നിന്നാണ് ഇസ്രായേൽക്കാരെ കർത്താവ് രക്ഷിച്ചത്? ഈജിപ്തുകാർ, അമോന്യർ, ഫിലിസ്ത്യർ. ആരെല്ലാമാണ് ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചത്? സീദോന്യർ, അമലേക്യർ, മൊവാന്യർ. അമോന്യർ യുദ്ധത്തിനൊരുങ്ങി എവിടെയാണ് താവളമടിച്ചത്? ഗിലെയാദിൽ. ഇസ്രായേൽ ജനം എവിടെയാണ് താവളമടിച്ചത്? മിസ്പായിൽ. ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ ആരായിരിക്കും? അമ്മോന്യരുടെ യുദ്ധം ആരംഭിക്കുന്നവൻ.